നമ്മുടെ ആശയം എല്ലാവരുടെ മുമ്പിലും വ്യക്തമായി പറയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സിറാജ് ദിനപത്രം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അത് നിലനിർത്തൽ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും കർത്തവ്യമാണ്. ഇത് പ്രതിഫലമില്ലാത്ത ഒരു കാര്യമാണെന്ന് ആരും കരുതാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താനെന്ന നിയ്യത്തോടുകൂടി നിങ്ങൾ ഇതിന് കൊടുക്കുന്ന സംഭാവനയും സഹായവും തീർച്ചയായും ഇൻഷാ അള്ളാഹ് അത് സദഖയായി സ്വീകരിക്കപ്പെടുന്നതും അള്ളാഹു തആല അതിന് നമുക്ക് നല്ല ഖൈറ് തരുന്നതുമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ക്യാമ്പയിൻ അവസാനിക്കുന്നതിന് മുമ്പ് നാം ഉദ്ദേശിച്ചതിലും അധികം കോപ്പികൾ വർദ്ധിപ്പിക്കാൻ എല്ലാ പണ്ഡിതന്മാരും സാധാരണക്കാരും പ്രായമുള്ളവരും കുട്ടികളും ചെറുപ്പക്കാരും എസ്വൈസുകാരും എസ്എസ്എഫുകാരും ആർഎസ്സിക്കാരും എല്ലാം പരിശ്രമിക്കണമെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. സദഖല്ലാഹുൽ അളീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഹീദ് പഠിപ്പിക്കാനും ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിക്കാനും 1.25 ലക്ഷത്തിൽ പരം അമ്പിയാ മുർസലുകളെ ഇവിടെ അയച്ചിട്ടുണ്ട്. അവർ ഓരോരുത്തരും വരുന്ന കാലത്ത് അനിവാര്യത എന്താണെന്ന് നോക്കി അതിൽ ഏറ്റവും വലിയ നൈപുണ്യം സിദ്ധിച്ച ആളുകളെയാണ് അള്ളാഹു റസൂലാക്കി നിശ്ചയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് സാഹിര്യങ്ങളും ആഭിചാര പ്രവർത്തനം ചെയ്യുന്നവരും വർദ്ധിച്ച കാലഘട്ടമായിരുന്നു. അവരെ നേരിടാൻ പറ്റിയ മുഅ്ജിസത്തുകൾ കൊടുത്തുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അയച്ചത്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിനെ അയച്ചപ്പോൾ അന്നുള്ള ഏറ്റവും വലിയ മോശപ്പെട്ട ആളുകളെ നേരിടാനും ബഹുദൈവ വിശ്വാസികളെ തൗഹീദിലേക്ക് കൊണ്ടുവരാനുമുള്ള മുഅ്ജിസത്തുകൾ നൽകിക്കൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ അയച്ചിട്ടുള്ളത്. ഇതിലൊന്നും പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നതിന് അനിവാര്യമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതും പണ്ഡിതന്മാർ അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഈ അടിസ്ഥാനത്തിലാണ് സിറാജ് ദിനപത്രം ഞങ്ങൾ ആരംഭിച്ചത്. 1985, 6, 7, 8 കൊല്ലങ്ങളിൽ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളുമായി പലരും വരികയും അവരുടെ പത്രങ്ങളിൽ ഒന്നും തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു റിപ്പോർട്ട് പോലും ശരിയായ നിലക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാത്ത ഒരു കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അതിൻ്റെ തനതായ രീതിയിൽ വിവരിക്കാനും പറയാനും നമുക്കൊരു ദിനപത്രം വേണം എന്ന ആലോചനയിൽ നിന്നാണ്
സിറാജ് ദിനപത്രം ആരംഭിച്ചത്. ഞാനും മർഹൂം കെ മുഹമ്മദ് കോയ, മർഹൂം PP മദീകുട്ടി മുസ്ലിയാർ പാറന്നൂർ, അതുപോലെ CA പറമ്പിൽ കടവ്, ഞങ്ങളെല്ലാവരും ഒരു ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ചർച്ച നടത്തുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ തുറന്നു പറയാൻ നമ്മുടെ റിപ്പോർട്ടുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ അറിയിക്കേണ്ടത് മാത്രം അറിയിക്കാനും ഒരു പത്രം വേണമെന്ന് തീരുമാനമെടുക്കുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ അല്ലാഹു തആല സിറാജൻ മുനീറായിട്ടാണ് അയച്ചിട്ടുള്ളത് എന്ന ഖുർആൻ വാക്യത്തിൽ കൊണ്ട് ബറക്കത്തെടുത്ത് ആ ബറക്കത്തിന് വേണ്ടി നമ്മൾ സിറാജ് എന്ന് നാമകരണം ചെയ്യാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തത്. അന്നുള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിയ ഘട്ടമായിരുന്നു സിറാജിൻ്റെ ആരംഭം. സാമ്പത്തികമായി സഹായിക്കാൻ ആരും നമ്മുടെ കൂടെ അന്ന് ഇല്ല. ആ അവസ്ഥയിൽ മഷിയും എല്ലാം കടം വാങ്ങി ആണ് സിറാജിൻ്റെ തുടക്കം. പക്ഷേ അത് വളരെ ബറക്കത്തുള്ള രീതിയിൽ ആലിമീങ്ങളെല്ലാം സംബന്ധിച്ചുകൊണ്ടായിരുന്നു ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അവറുകളാണ് സിറാജിൻ്റെ ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തത്. അന്ന് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗമാണ് ആദ്യത്തെ സിറാജിൽ ഫസ്റ്റ് പേജിൽ ഹെഡിങ്ങായി വന്നത്. സുന്നികൾക്ക് തനിമ നിലനിർത്തണം, സുന്നികൾ തനിമ നിലനിർത്തണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗം. അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ തനിമയോടുകൂടെ തന്നെ യാതൊരു ഭേദഗതിയും ചതിയും ഇല്ലാതെ പ്രസിദ്ധീകരിക്കാൻ ഒരു പത്രം വേണം എന്ന നിലയിലാണ് അന്ന് ആരംഭിച്ചത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടാണെങ്കിലും ഇന്ന് വരെ അത് നിലനിന്ന് വരികയാണ്. അതിനുശേഷം ഗൾഫിലും നാം അത് ആരംഭിച്ചു. എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായ വിഷമം കാരണം ഞാനും പാറന്നൂരും മറ്റ് ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ സ്ത്രീകളുടെ പണ്ടങ്ങൾ വെച്ച് കാശുകൊണ്ടാക്കി സിറാജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും ദാരിദ്ര്യമുള്ള ഒരു സമയത്താണ് നാം പിടിച്ചു നിന്നിട്ടുള്ളത്. ആ സിറാജിൻ്റെ അനിവാര്യത ഇന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും യഥാർത്ഥത്തിൽ നമുക്ക് പത്രം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ റിപ്പോർട്ട് മറ്റ് പത്രങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത്. നമുക്ക് പത്രം ഇല്ലായിരുന്നുവെങ്കിൽ മറ്റ് പലരും ആ പ്രസിദ്ധീകരിക്കാൻ മടി കാണിക്കുമെന്ന് കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ആശയം പ്രചരിപ്പിക്കാനും നമ്മുടെ സംഘടന എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കാനും സംഘടനയുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കാനും നമ്മുടെ സിറാജ് ദിനപത്രം അനിവാര്യമാണ് എന്നതിൽ ആർക്കും സംശയം വേണ്ട. അതിനാൽ ഈ വർഷം നടക്കുന്ന സിറാജ് ക്യാമ്പയിൻ വിജയിപ്പിക്കുകയും എല്ലാവരും
വരിക്കാരായി ചേർന്നുകൊണ്ടോ അല്ലാതെയോ അത് സംഭാവനകളും സഹായങ്ങളും നൽകുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ഞങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്ത് കരഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടുകൾ കൊടുക്കാൻ സമ്മതിക്കുന്ന ഒരു പത്രം പോലും ഇവിടെ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അതില്ലാതെ നമ്മുടെ റിപ്പോർട്ടുകൾ വികലമായി കൊടുത്തതിൻ്റെ പേരിൽ അങ്ങേയറ്റം ഞങ്ങൾ ദുഃഖിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ.എസ്. മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി രോഗബാധിതനായി കിടന്ന് വഫാത്തായ ദിവസം ചില പത്രങ്ങളിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉലമാക്കളെ അവഹേളിക്കുന്നതും ഉലമാക്കളെ രംഗത്ത് വരാൻ സമ്മതിക്കാത്തതുമായ റിപ്പോർട്ടുകളാണ്, അഥവാ വല്ല റിപ്പോർട്ടുകളും ഇവിടെ വന്നെങ്കിൽ വരാറുണ്ടായിരുന്നത്. അതെല്ലാം ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എടുക്കപ്പെട്ടു പോവുകയും നമ്മുടെ ആശയം എല്ലാവരുടെ മുമ്പിലും വ്യക്തമായി പറയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സിറാജ് ദിനപത്രം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അതിനെ നിലനിർത്തൽ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും കർത്തവ്യമാണ്. ഇത് പ്രതിഫലമില്ലാത്ത ഒരു കാര്യമാണെന്ന് ആരും കരുതാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താനെന്ന നിയ്യത്തോടുകൂടി നിങ്ങൾ ഇതിന് കൊടുക്കുന്ന സംഭാവനയും സഹായവും തീർച്ചയായും ഇൻഷാ അള്ളാഹ് അത് സദഖയായി സ്വീകരിക്കപ്പെടുന്നതും അള്ളാഹു തആല അതിന് നമുക്ക് നല്ല ഖൈറ് തരുന്നതുമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ക്യാമ്പയിൻ അവസാനിക്കുന്നതിന് മുമ്പ് നാം ഉദ്ദേശിച്ചതിലും അധികം കോപ്പികൾ വർദ്ധിപ്പിക്കാൻ എല്ലാ പണ്ഡിതന്മാരും സാധാരണക്കാരും പ്രായമുള്ളവരും കുട്ടികളും ചെറുപ്പക്കാരും എസ്വൈസുകാരും എസ്എസ്എഫുകാരും ആർഎസ്സിക്കാരും എല്ലാം പരിശ്രമിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അള്ളാഹു നമുക്ക് കുറേ നീണ്ട കാലം അവൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം ഈമാൻ സലാമത്താകുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.